എന്താണിത് കജീനെ കുറ്റിയാ നോക്കി, എന്താ ഇത്? അതായാലും വലിയ രസം നോക്കി, അടക്കത്തിൻ്റെ നോക്കി. സുഹൃത്തുക്കളെ, ഈ റോഡ് സൈഡിൽ ഈ കല്ല് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ബോർഡിൻ്റെ കോലം കാണണമെങ്കിൽ പുതിയ പുതിയ കല്ല് അവിടെ ഇറക്കിയിട്ട് ബോർഡ് വെച്ച് ഞാൻ കാണിച്ചു തരും. അപ്പോൾ കണ്ടില്ല മക്കളെ, വലത്തെ സൈഡിലാണ് ആ ബോർഡ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ആ ബോർഡ് തിരിച്ച് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇടത്തെ ഭാഗത്തു നിന്ന് വരുന്ന ഇടത്തെ സൈഡിലല്ലേ കല്ലുള്ളത്. അപ്പോൾ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ബോർഡ് വെക്കേണ്ടത്. അതിന് പിന്നെ വണ്ടിക്കാരോ മറ്റോ തൽക്കാലം ഒന്ന് നീക്കി വെച്ചതായിരിക്കും. പക്ഷേ ഇന്ന് എന്നോട് രണ്ടാൾ പറഞ്ഞു കേട്ടോ. രാവിലെ ഞാൻ വന്നപ്പോൾ ആ കല്ല് തട്ടി അപകടം ഉണ്ടായതിൻ്റെനും രാവിലെ സുബീക്ക് ഞാൻ വന്നപ്പോൾ കല്ല് ഇന്നലെ ഇറക്കി വെച്ചാണ് ആ മെയിൻ റോഡിൽ. സംഭവം റോഡ് പണി നടക്കണമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ എപ്പോഴത് തീരുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇടുക്കിയെന്നൊന്നും ഇപ്പോൾ PWDൻ്റെ വർക്കർമാരോട് പറയാൻ പറ്റില്ലല്ലോ. അവരെ സാഹചര്യം അനുസരിച്ച് അവരങ്ങനെ എടുക്കും. അതുവരെ നമ്മൾ വണ്ടിക്കാർ സൂക്ഷിച്ച് പോകുക എന്നുള്ളൂ. ഇപ്പോൾ അതിൽ പാറ കുറഞ്ഞ് ഇറക്കിയിട്ടാണ്. ഈ ബോർഡ് ഇവിടെയാണ് വേണ്ടത്. ബോർഡ് ഇവിടെ വെച്ചാലാണ് നമുക്ക് വണ്ടിക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഈ സൈഡിൽ കൂടെ വണ്ടി പോകുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണേ. രാത്രി പൊളിച്ചൊക്കെ ഈ സൈഡിൽ അടുപ്പിക്കുമ്പോഴേ വലിയ കല്ലാണ് കണ്ടില്ല നമുക്ക്. ഓടിൻ്റെ അടുത്തൊരു കല്ലാണ്, അതൊന്നും നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങണ കയറ്റം കയറി വരുന്ന അവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ വേറെ സാധനം കാണിച്ചു തരാൻ. എന്താണിത് കജീനെ കുറ്റിയാ നോക്കി, എന്താ ഇത്? അതായാലും വലിയ രസം നോക്കി, അടക്കത്തിൻ്റെ നോക്കി. ഏതായാലും അതിനൊന്നും എടുത്തിക്കണേ ഞാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, രാത്രിയൊക്കെ വണ്ടിയിലിങ്ങനെ കയറിയിരുന്ന സ്പീഡ് നമ്മൾ അറിയില്ല. അപ്പോൾ നല്ല വലിയ വലിയ പാറ റോഡ് സൈഡ് കെട്ടാൻ വേണ്ടി കൊടുന്ന് ഇറക്കിയിരിക്കണേ. വൈത്തിരിയിൽ നിന്ന് ബാണാസുര പോണ റോട്ടിന് ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ വരുമ്പോൾ 12 പാലം എന്ന് പറഞ്ഞ സ്ഥലമായിട്ടത്. അവിടെ വളരെ ശ്രദ്ധിക്കണം. വണ്ടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാണ്ടാവില്ല. വലിയ വലിയ പാറയാണ്. ചെറിയ കല്ലാണെങ്കിൽ കല്ലാണ് തെറിച്ച് പോകുമെന്ന് വിചാരിക്കാം. ബൈക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ അപകട മരണങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സിഗ്നൽ ബോർഡാണ് ഇപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ബൈക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വർക്കൊക്കെ എപ്പോഴാണ് കഴിയാമെന്നൊന്നും പറയാൻ പറ്റില്ല. റോഡ് സൈഡിൽ നല്ല വൃത്തിയുള്ള സൂപ്പർ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് PWDക്ക് ഒരു ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു. അതോടൊപ്പം ഇതൊക്കെ റിഫ്ലക്ടറാണ്, വണ്ടിൻ്റെ ലൈറ്റ് കട്ടിയ മിന്നുന്ന സ്റ്റിക്കറായിട്ടത്. കുറേ കാലങ്ങളായിട്ട് ചളി പിടിച്ച് കിടക്കണ ബോർഡ്, അത് കണ്ടില്ല, നല്ല വെളിച്ചം കൊണ്ട് തട്ടിയപ്പോൾ തെളുങ്ങനെ കണ്ടില്ല. ഇപ്പോൾ ചളിയൊക്കെ പോയപ്പോഴേ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. വണ്ടിക്കാരൊക്കെ പോകണ പോക്ക് കണ്ടില്ല മനുഷ്യന്മാരെ. വല്ല റേസിങ്ങും നടത്തുന്ന സ്ഥലം മാതിരിയുണ്ട്. നോക്കി നിങ്ങൾ വണ്ടിക്കാർ പോകണ നോക്കിക്കോളേ. എന്താ സ്പീഡ്! കൂവാറിന് പോവന്നെ, കാളം പൂളം പോവന്നെ. കല്ലുമല അവിടെ വന്ന് ഇറങ്ങിക്കണെന്നുള്ള ചിന്ത ഉണ്ടായിക്കോളി മക്കളെ. റോഡ് ഇവിടെ ശരിയാവില്ല. കാരണം ഈ ഇറങ്ങി വരുന്ന ഈ ഇറക്കത്തിൽ നിന്ന് ഇങ്ങനെ വണ്ടി കയറി വരുമ്പോൾ അവിടെ നിന്നുള്ള വണ്ടീൻ്റെ കാഴ്ച പറയാണ്. അത് നമുക്കിത് നോക്കാം, ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. കാരണം ഇത് മൊത്തത്തിൽ നിങ്ങളെ കാണിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര ബഹളമായതുകൊണ്ട് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടീൻ്റെ സൗണ്ട് കൊണ്ടും പറഞ്ഞതൊന്നും മനസ്സിലാണില്ല. അപ്പോൾ ഞാൻ വോയിസ് ഇടാൻ വിചാരിച്ചേട്ടോ. ഏതായാലും ഈ ഭാഗത്ത് 12 പാലം ബൈക്ക് വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. 2 ഭാഗത്തും ഇടത്തെ ഭാഗത്ത് പിന്നെ ഡ്രെയിനേജിൻ്റെ പണിയും വലത്തെ ഭാഗത്ത് കല്ലിറക്കുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാർക്ക് കാണുകയും ചെയ്യാം. എന്നാലിട്ട് ഇങ്ങനെ വെച്ചാൽ റോഡ് മറിയില്ല. അവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണണ്ട റോഡിൽ. അപ്പോൾ ഈ കല്ലിൻ്റെ എടുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ഈ കല്ലിൻ്റെ എടുത്തിട്ട് ഇവിടെയും വെച്ച് കൊടുക്കാം. അപ്പോൾ സെറ്റായി. ഇതാണെങ്കിൽ ഇത് കുറച്ചും കൂടി നീക്കാം. അപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്ന് അറിയിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.